വെൽക്കം ബാക്ക് ടു നാഷണൽ അക്കാദമി. NIOS SSLC ഇംഗ്ലീഷിലെ 15ാമത്തെ അധ്യായമായിട്ടുള്ള മൈ വിഷൻ ഫോർ ഇന്ത്യ എന്നുള്ള അധ്യായമാണ് ഈ ഒരു വീഡിയോയിൽ നമുക്കിത് പറയാനുള്ളത്. മൈ വിഷൻ ഫോർ ഇന്ത്യ എന്നുള്ള അധ്യായം ഒരു സ്പീച്ചാണ് അല്ലെ. ആരെ സ്പീച്ചാണ്? വെൽ നൗൺ പേഴ്സൺ ആയിട്ടുള്ള നമ്മുടെ APJ അബ്ദുൽ കലാം ആസാദിന്റെ ഒരു പ്രസംഗമാണ് നമുക്ക് ഈ ഒരു അധ്യായത്തിൽ പറയാനുള്ളത്. അദ്ദേഹത്തിന്റെ ഇന്ത്യയെ കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് അദ്ദേഹം ഇതിൽ വിശദീകരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ത്യ ആദ്യമൊക്കെ ബ്രിട്ടീഷുകാരുടെ കൈകളിൽ ഞെരിഞ്ഞമർന്ന് നിൽക്കുന്ന സമയത്ത് ഇവരെ പോലെയുള്ള ഇന്ത്യയിലെ ജവഹർലാൽ നെഹ്റു, ഗാന്ധിജിയെ പോലെയുള്ള ആളുകളുടെ ഒരുപാട് ശ്രമത്തിനൊടുവിലാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ആദ്യമായിട്ട് നമുക്ക് ഇതിലെ ഇൻട്രൊഡക്ഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. This scholarly speech by Dr. APJ Abdul Kalam tries to convince the citizens of India about an urgent need. Let us do what India needs from us. നമ്മളിൽ നിന്നും ഇന്ത്യക്ക് എന്താണോ ആവശ്യമുള്ളത് അത് നമുക്ക് ചെയ്യാം എന്നുള്ള ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ വളരെ പ്രശസ്തനായിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ചില ഭാഗങ്ങളാണ് ഇവിടെയുള്ളത്. He takes a famous quote by the American President John F. Kennedy to suit the Indian context and urges us to ask ourselves what we have done or going to do to make our country. അല്ലെ, വളരെ ശക്തിയായിട്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടി എന്തെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുമോ അതെല്ലാം നല്ല രൂപത്തിൽ ചെയ്യണമെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ജോൺ എഫ് കെന്നഡിയുടെ, മുൻ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ജോൺ എഫ് കെന്നഡിയുടെ കോട്ട്സ് ഒക്കെ അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലുടനീളം പറയുന്ന കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു അധ്യായത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, സ്ട്രോങ് നാഷൻ വാട്ട് ഈസ് റെസ്പെക്ടഡ് ആൻഡ് റിവേർഡഡ് ബൈ ദ വേൾഡ്. ലോകത്തിന് മുന്നിൽ എടുത്തു കാണിക്കാൻ പറ്റിയ നല്ല ഒരു രീതിയിൽ നമ്മുടെ രാജ്യത്തെ നമുക്ക് പടുത്തുയർത്തേണ്ടതുണ്ട്. ഹി മേക്സ് us understand that we should not merely talk about the shortcomings of our nation and ask what it has done for us. നമ്മളെ കൊണ്ട് എന്താണോ ചെയ്യാൻ കഴിയുന്നത്, നമ്മുടെ രാജ്യത്തിന് വേണ്ടി, നമ്മൾ ജനിച്ച് വളർന്നിട്ടുള്ള ഈ ഒരു രാജ്യത്തിന് വേണ്ടി നമുക്ക് എന്താണോ ചെയ്യാൻ കഴിയുന്നത് അതിന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് രാജ്യത്തിന് വേണ്ടി ചെയ്യുക എന്നുള്ളതൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. rather we should count on a strength of our nation and strive hard to achieve excellence in every field which would ultimately result in making this nation great. അല്ലെ, വളരെ നമ്മളെല്ലാം ഒന്നിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളെയും പല രീതിയിലെയും മാറ്റിയെടുക്കാൻ പറ്റുമെന്നൊക്കെയാണ് അദ്ദേഹം ഈ ഒരു അധ്യായത്തിൽ ടോട്ടലായിട്ട് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്തൊക്കെയാണ് നോക്കാം. ഓൺ നാഷണൽ ഡേയ്സ് സച്ച് ആസ് ദ റിപ്പബ്ലിക് ഡേ ആൻഡ് ഇൻഡിപെൻഡൻസ് ഡേ, നമ്മളുടെ നാഷണൽ ഡേയ്സ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത് റിപ്പബ്ലിക് ഡേയും അതുപോലെ തന്നെ സ്വാതന്ത്ര്യ ദിനമൊക്കെയാണ് നമ്മൾ കണക്കാക്കാറുള്ളത്. യു മസ്റ്റ് ഹാവ് ഹേർഡ് സ്പീച്ചസ് മെയ്ഡ് ബൈ യുവർ ലീഡേഴ്സ്. നമ്മളുടെ ഈ ഒരു സമയത്ത് റിപ്പബ്ലിക് ഡേ ആയിക്കോട്ടെ, അതുപോലെ തന്നെ August 15 സ്വാതന്ത്ര്യ ദിനം ആയിക്കോട്ടെ, ആ സമയത്ത് നമ്മളുടെ നേതാക്കന്മാരൊക്കെ പ്രസംഗിക്കുന്ന പ്രസംഗങ്ങളെ കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട് അല്ലെ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ആസ്വദിക്കാറുണ്ട്. These speeches inform us about the progress of the nation. ഈ ഒരു പ്രസംഗവും നമ്മളെ രാജ്യത്തിന്റെ പുരോഗതിയെ കുറിച്ചാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. They also tells us about some new initiative which the government plans to take the continuous development of nation. ഒരു രാജ്യത്തിന്റെ തുടർച്ചയായിട്ടുള്ള വികസനങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമോ അതിന്റെ പ്ലാനുകളെ കുറിച്ചൊക്കെ, അതിൽ ഗവൺമെന്റിന്റെ പ്ലാനുകളെ കുറിച്ചൊക്കെ ഇതിൽ പറയുന്നുണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഡു യു ഫീൽ ഇൻസ്പയർഡ് ആൻഡ് enthusiastic when you hear such speeches. ഇതുപോലെയുള്ള പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ഇൻസ്പയർഡ് ആവാറുണ്ടോ? അതുപോലെ തന്നെ ഡു ദേ മേക്ക് യുവർ ഫീൽ ദാറ്റ് യു ടു ഷുഡ് കോൺട്രിബ്യൂട്ട് എ ബിറ്റ് ആൻഡ് മേക്ക് ഇന്ത്യ വൺ ഓഫ് ദ ബെസ്റ്റ് നാഷൻ ഇൻ ദ വേൾഡ്. ലോകത്ത് വെച്ച് ഏറ്റവും നല്ല രാജ്യമായി കണക്കാക്കണമെങ്കിൽ നമ്മൾ എന്തെല്ലാം നമുക്ക് നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നൊക്കെ ഓരോ പ്രസംഗങ്ങളിലും, ഇതുപോലെയുള്ള റിപ്പബ്ലിക് ഡേ ആയിക്കോട്ടെ, അതുപോലെ തന്നെ August 15 അല്ലെ, ഇൻഡിപെൻഡൻസ് ഡേ ആയിക്കോട്ടെ, ഈ പ്രസംഗങ്ങളിലൊക്കെ പല ലീഡേഴ്സും പ്രസംഗിക്കുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. അതുപോലെയുള്ള
ഒരു പ്രസംഗമാണ് നമുക്ക് നമ്മളുടെ അധ്യായത്തിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ലെറ്റ് us read the speech delivered by our former president Dr. APJ Abdul Kalam and know what is vision for India is. അല്ലെ, എന്താണ് ഈ ഒരു പ്രസംഗം എന്ന് പറയുന്നത്? നമ്മളുടെ ഫോർമർ പ്രസിഡന്റ് ആയിട്ടുള്ള APJ അബ്ദുൽ കലാമിന്റെ പ്രസംഗമാണ്. മാത്രമല്ല അദ്ദേഹത്തിന്റെ വിഷൻ ഫോർ ഇന്ത്യ എന്നുള്ളത് എന്തൊക്കെയാണെന്ന് നമുക്ക് ഇതിലൂടെ അറിയേണ്ടതുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് കാര്യമായിട്ട് നമുക്ക് ഇതിൽ മനസ്സിലാക്കാനുള്ളത്. അതിന് പുറമെ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദിസ് ലെസൺസ് യു വിൽ ബി ആബിൾ ടു, അല്ലെ, ഈ ഒരു ലെസൺ നമ്മൾ പഠിക്കുന്നതോടുകൂടി നമുക്ക് മനസ്സിലാകാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ആയിട്ട് അപ്രീഷിയേറ്റ് ദ ഫോർമർ പ്രസിഡന്റ് ഡോക്ടർ കലാംസ് വിഷൻ ഓഫ് ഫോർ ഇന്ത്യ. അല്ലെ, നമ്മള് ആദ്യമായിട്ട് APJ അബ്ദുൽ കലാം, ആരായിരുന്നു APJ അബ്ദുൽ കലാം? നമ്മളുടെ ഫോർമർ പ്രസിഡന്റ് ആണ്. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നൊക്കെ അറിയപ്പെടുന്ന വളരെ പ്രശസ്തനായിട്ടുള്ള നമ്മുടെ ഒരു വ്യക്തി കൂടിയാണ്. എല്ലാ ലോക രാജ്യങ്ങൾക്കിടയിൽ ചർച്ച ചെയ്യപ്പെട്ടിക്കൊണ്ടിരുന്ന ഒരു വ്യക്തി കൂടിയാണ് നമ്മളുടെ APJ അബ്ദുൽ കലാം എന്ന് പറയുന്നത്. അദ്ദേഹത്തെ അപ്രീഷിയേറ്റ് ചെയ്യാൻ ഒരു അവസരം കൂടിയാണ് നമുക്ക്. എന്താ കാരണം? വിഷൻ ഫോർ ഇന്ത്യ എന്നുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു കാഴ്ചപ്പാടിൽ, അദ്ദേഹത്തിന്റെ ആ ഒരു പ്രസംഗത്തിൽ കൂടെ, അതുപോലെ തന്നെ ഐഡന്റിഫൈയിങ് ആൻഡ് ഇൻഡിവിജ്വൽസ് റോൾ ഇൻ ഇന്ത്യസ് ഡെവലപ്മെന്റ്, ഇന്ത്യയുടെ വികസനത്തിന് പങ്കുവഹിച്ചിട്ടുള്ള ആളുകളുടെ വ്യക്തികളെ തിരിച്ചറിയുക എന്നുള്ളതാണ്. യൂസ് ഇനീഷ്യൽ പെയർസ് ഓഫ് വേർഡ്സ് ഹാവിങ് ഡിഫറെന്റ് മീനിങ് ഇൻ സെന്റൻസ് ഓഫ് യുവർ ഓൺ. അതുപോലെ തന്നെ നമ്മളുടെ സ്വന്തമായിട്ടുള്ള സെന്റൻസുകളിൽ വ്യത്യസ്തമായിട്ടുള്ള വേർഡുകളിൽ ഉപയോഗിച്ചിട്ടുള്ള വാക്കുകളെ മനസ്സിലാക്കുവാനും, യൂസ് മോഡൽസ് അപ്രോപ്രിയറ്റ്ലി ആൻഡ് റൈറ്റ് ഡിസ്ക്രിപ്റ്റീവ് പാരഗ്രാഫ്, ഓരോ പാരഗ്രാഫ് എഴുതാനുള്ള എല്ലാ കഴിവുകളും ഈ ഒരു അധ്യായം പഠിക്കുന്നതോടു കൂടി നമ്മൾ നേടിയെടുക്കും എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് 3 വിഷൻ ഫോർ ഇന്ത്യ. എന്തായിരുന്നു 3 വിഷൻ ഫോർ ഇന്ത്യ എന്ന് പറയുന്നത്? ആദ്യം ഒരു രാജ്യത്തിന് വേണ്ടത് ഫ്രീഡം ആയിരുന്നു, സ്വാതന്ത്ര്യമായിരുന്നു. ഓക്കെ, അപ്പൊ അദ്ദേഹം ആദ്യം പറയുന്ന കാര്യം തന്നെ ഒന്നാമതായിട്ട് പറയുന്നത് ഫ്രീഡം ആണ്. 3 വിഷനിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫ്രീഡം ആണ്, സ്വാതന്ത്ര്യമാണ്. ഒരു രാജ്യത്തിന് ആദ്യം വേണ്ടത് എന്താണ്? സ്വാതന്ത്ര്യമായിരുന്നു. ഓക്കെ, 2 ഡെവലപ്മെന്റ് ആണ്. സ്വാതന്ത്ര്യം കിട്ടിയോട് കൂടി മാത്രം രാജ്യം ഉഷാറാവുന്നില്ല, പുറമെ എന്ത് വേണം? ഡെവലപ്മെന്റ് വേണം, അല്ലെ, വികസനം വേണം. വികസനം ഉണ്ടായാൽ മാത്രമാണ് ഒരു രാജ്യം അതിന്റെ ഉത്തുംഗതിയിൽ എത്തുകയുള്ളൂ, അല്ലെ, ഇത് ഉയർന്നുകൊണ്ടിരിക്കുകയുള്ളൂ. ഡെവലപ്മെന്റിന് വേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? രാജ്യത്തിലെ പൗരന്മാരുടെ പൂർണ്ണമായിട്ടുള്ള സഹകരണം ആവശ്യമായിരുന്നു. അതിനുവേണ്ടി നമ്മളുടെ ജവഹർലാൽ നെഹ്റുവും അതുപോലെയുള്ള ഗാന്ധിജിയും ഒരുപാട് ആളുകൾ ഇതിനു വേണ്ടി നമ്മളുടെ വികസനങ്ങൾക്ക് വേണ്ടി മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആദ്യമായിട്ടുള്ള പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുള്ള പല നിയമങ്ങളും നമ്മളുടെ രാജ്യ പുരോഗതിക്ക് മുതൽക്കൂട്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, മൂന്നാമത്തെ അദ്ദേഹത്തിന്റെ വിഷൻ എന്തായിരുന്നു? ഇന്ത്യ മസ്റ്റ് സ്റ്റാൻഡ് അപ്പ് ദ വേൾഡ്, അല്ലെ, ലോകത്ത് മുന്നിൽ നിൽക്കണം, അല്ലെ, ലോകത്തിന്റെ ഏറ്റവും അറിയപ്പെട്ട ഒരു രാജ്യമായി മാറുക എന്നുള്ളത് കൂടിയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് 3 വിഷൻ ഫോർ ഇന്ത്യ എന്ന് പറയുന്നത്. ഒന്നാമത് ഫ്രീഡം ആണ്, ഡെവലപ്മെന്റ് ആണ്, ഇന്ത്യ മസ്റ്റ് സ്റ്റാൻഡ് അപ്പ് ദ വേൾഡ് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുകളൊക്കെയാണ്. അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇതിലൂടെ പറഞ്ഞത് മുഴുവനായിട്ടില്ല, ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു അധ്യായത്തിൽ ചർച്ച ചെയ്യാനുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എല്ലാം വിശദമായി പറയാം. കൂടുതൽ അറിയുവാനും പഠിക്കുവാനും താല്പര്യമുള്ള വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ നാഷണൽ അക്കാദമിയിൽ ജോയിൻ ചെയ്യുക. ഇതിൽ നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ദ ഇമ്പാക്ട് ദാറ്റ് ദ ഇൻവാഡേഴ്സ് ഹാഡ് ഓൺ ഇന്ത്യ എന്നുള്ളതാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് ഇൻവാഡേഴ്സ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്? നമ്മളുടെ രാജ്യത്തിന്റെ പുരോഗതിക്ക് സ്വാധീനിച്ചിട്ടുള്ള വ്യക്തികൾ ആരൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. രണ്ടാമതായിട്ട് വൈ ഹാവ് വി നെവർ ഇൻവാഡഡ് അതർ കൺട്രീസ് എന്നുള്ളതാണ്. മൂന്നാമത്തത് ഐ ബിലീവ് ദാറ്റ് ഇന്ത്യ ഗോട്ട് ഫസ്റ്റ് വിഷൻ ഓഫ് ദിസ് ഇൻ 1859. വാട്ട് ഈസ് ഡോക്ടർ കലാം റെഫറിംഗ് ടു എന്നുള്ളതാണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് അക്കോർഡിംഗ് ടു ഡോക്ടർ കലാം ഷുഡ് ഇന്ത്യൻസ് പ്രൊട്ടക്ട് നേച്ചർ ആൻഡ് ബിൽഡ് ഓൺ എന്നുള്ള 4 ക്വസ്റ്റ്യൻസുകളാണ് നമുക്ക് ഈ ഒരു അധ്യായത്തിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. കൂടുതൽ അറിയുവാനും പഠിക്കുവാനും താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ നാഷണൽ അക്കാദമിയിൽ ജോയിൻ ചെയ്യുക. അതിന് പുറമെ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും റിപ്പീറ്റ് ചെയ്ത് കാണാൻ പറ്റിയ സ്വന്തം ആപ്പിലൂടെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്.
അതുപോലെ എക്സാം ഓറിയന്റഡ് ലാബ് ക്ലാസ്സുകളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടുതൽ അറിയുവാനും പഠിക്കുവാനും താല്പര്യമുള്ളവരാണെങ്കിൽ നാഷണൽ അക്കാദമിയുമായി കോൺടാക്ട് ചെയ്യുക. താങ്ക് യു ടു ആൾ.